ഹായ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു യൂട്യൂബ് പോളുകളിലെ കള്ളത്തരങ്ങളെക്കുറിച്ച്. തീർച്ചയായും കള്ളത്തരങ്ങളല്ല, റിയൽ ഫാൻസ് തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഒരു കളി നടക്കുന്നുണ്ട്. ആ കളി എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഉദാഹരണമായി പറയാം. അതായത് ഒരു പോൾ യൂട്യൂബ് ചാനലുള്ള ഒരാൾ ഇടുന്നു. ഞാനാണ് എന്ന് വിചാരിക്കുക. ഞാനൊരു പോൾ ഇടുന്നു. അവിടെ 3 ആൾക്കാരുടെ പേര് ഞാൻ കൊടുക്കുന്നു. ഇത് ഉദാഹരണം മാത്രമാണ്. ഈ പേരുകളൊന്നും സത്യമല്ല, ചുമ്മാ പറയുന്ന കാര്യമാണ്. അനുമോൾ, അനീഷ്, ഷാനവാസ്, ഈ 3 പേരുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് യൂട്യൂബ് പോളിൽ PR കൊടുത്തിട്ടുള്ള 2 പേർ ഇതിലുണ്ട് എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് അനീഷും അനുമോളും നല്ല രീതിയിൽ PR കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഷാനവാസ് PR കൊടുത്തിട്ടില്ല എന്നും വിചാരിക്കുക. നല്ല തുകയാണ് ഈ PR ടീമിന് ഇവർ ഓഫർ ചെയ്തിരിക്കുന്നത് എന്നും വിചാരിക്കുക. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ പണിയെടുക്കും. ആ പണിയുടെ ഭാഗമായി അവർ ആദ്യം തന്നെ ഇവർക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്യും. അതായത് ഇവരുടെ ഫാൻസിനെ ഒരുമിച്ച് ചേർത്തുള്ള ഒരു ഗ്രൂപ്പ്. ഉദാഹരണമാണ്, അത് മനസ്സിലാക്കണം. അതായത് അനുമോളുടെ PR ടീം അനുമോളുടെ ഫാൻസിന്റെ ഒരു ഗ്രൂപ്പും, അനീഷിന്റെ PR ടീം അനീഷിന്റെ ഫാൻസിന്റെ ഒരു ഗ്രൂപ്പും, ഷാനവാസിന്റെ ഫാൻസിന് ഗ്രൂപ്പില്ല എന്നും വിചാരിക്കുക. ഇവിടെ ഞാൻ ആ പോൾ ഇടുന്നു. ആ പോൾ ഇട്ട വഴിക്ക് തന്നെ ഈ PR ടീം ഈ ഗ്രൂപ്പിലേക്ക് അതുകൊണ്ടിടുന്നു. അവിടെ എന്ത് സംഭവിക്കും? നല്ല രീതിയിലുള്ള വോട്ടുകൾ ഈ പറയുന്ന അനീഷിനും അനുമോൾക്കും വന്നു ചേരും. അതെന്തുകൊണ്ടാണ്? അവരുടെ ഫാൻസിന്റെ അടുത്തേക്ക് എന്റെ ഈ പോൾ എത്തപ്പെടുകയാണ്, PR ടീം കൊണ്ട് എത്തിക്കുകയാണ്. പക്ഷെ ഷാനവാസിന് PR ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷാനവാസിന്റെ ഫാൻസിന് ഈ പോൾ എത്തുന്നില്ല. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ സംഭവം കിട്ടുകയുള്ളൂ. അതായത് എന്റെ വീഡിയോ കാണുന്ന ഷാനവാസ് ഫാൻസ് ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ പോൾ കിട്ടുകയുള്ളൂ. അവർ വോട്ട് ചെയ്യും. പക്ഷെ അവർ വോട്ട് ചെയ്തതുകൊണ്ട് അവിടെ വലിയ രീതിയിൽ വോട്ട് കയറില്ല. അതായത് നമ്മളുടെ വീഡിയോ കാണുന്ന 3000 പേർക്കോ 4000 പേർക്കോ മാത്രമേ ഈ സാധനം എത്തുകയുള്ളൂ. അതില് 1000 പേരോ 500 പേരോ ആയിരിക്കും ഈ പറയുന്ന ഷാനവാസ് ഫാൻസ്. അവര് ഷാനവാസിന് വോട്ട് ചെയ്യും. പക്ഷെ നമ്മളുടെ പോളിൽ 1,00,000 വോട്ട് കയറും. അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PR ടീം ആ ഗ്രൂപ്പിലേക്ക് കൊണ്ടിടുന്നത് കൊണ്ടാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഷാനവാസിന് വോട്ട് കുറയുകയും അനീഷിനും അനുമോൾക്കും നല്ല രീതിയിൽ വോട്ട് കയറുകയും ചെയ്യും. അതായത് അനുമോളുടെ ഫാൻസിന്റെ മുമ്പിലേക്കും അനീഷിന്റെ ഫാൻസിന്റെ മുമ്പിലേക്കും PR ടീം തന്നെ ഇത്തരം പോളുകൾ എത്തിക്കും. അതുകൊണ്ടാണ് അവർക്ക് വോട്ട് കൂടുന്നത്. ഷാനവാസിന്റെ ഫാൻസിന്റെ മുമ്പിലേക്ക് ഈ സാധനം എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഷാനവാസിന് വോട്ട് കുറയും. ഷാനവാസിനും അത്തരം PR ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് ഈ സാധനം എത്തപ്പെടും. അങ്ങനെ ഷാനവാസിന് വേണമെങ്കിൽ വോട്ട് കൂട്ടാം. ഇതാണ് ഈ പറയുന്ന കളി. കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അനുമോൾക്കും അനീഷിനും PR ഉണ്ട് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇത് സത്യമാണ് എന്ന് വിചാരിച്ച് പല ആൾക്കാരും ഷാനവാസിന് വോട്ട് ചെയ്യാൻ മടിക്കും. അതായത് ഹോട്ട്സ്റ്റാറിൽ കയറി എന്തായാലും അവർ ജയിക്കും എന്നുള്ള രീതിയിൽ മടിക്കും. അങ്ങനെ ഒരാളും ചെയ്യരുത്. നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം അവർക്ക് കൃത്യമായി ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യൂ. തീർച്ചയായും അയാൾക്ക് ഫാൻ ബേസ് ഉണ്ടെങ്കിൽ അയാൾ വിജയിക്കും. അതാണ് സത്യം. അതായത് നമ്മളുടെ പോൾ മാത്രമേ ഫാൻസിന്റെ മുന്നിൽ എത്താതെ പോകുന്നുള്ളൂ. പക്ഷെ ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് എല്ലാ വ്യക്തികളുടെയും ഫോണിൽ ഉണ്ടാവും. കൃത്യമായി നിങ്ങൾക്ക് അവിടെ പോയി വോട്ട് ചെയ്യാം. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.